എസ്കൻ ഇപ്പോൾ ഏറ്റവും പുതിയതായി പങ്കുവെക്കാനുള്ള വിവരം ഡി മണിയെ ചോദ്യം ചെയ്യുന്നു എന്ന വിവരമാണ്. ഡി മണിയെ മാത്രം ഇപ്പോൾ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രത്യേക മുറിയിലേക്ക് വിളിച്ച് ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. ബാലമുരുകനെ വിളിച്ചിട്ടില്ല. ആദ്യം എത്തിയത് ബാലമുരുകനാണെങ്കിലും ഡി മണിയെയാണ്. ഡി മണി അഭിഭാഷകനോടൊപ്പം വന്നെങ്കിലും ഡി മണിയെ മാത്രം ഒരു മുറിയിലേക്ക് വിളിച്ചാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വേണ്ടി അങ്ങോട്ടേക്ക് എത്താൻ ആവശ്യപ്പെട്ടുള്ളൂ. അങ്ങനെ ഡി മണിയെ സംബന്ധിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നു. അതിസങ്കീർണമായ വളരെ നിർണായകമായ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത് SITയെ സംബന്ധിച്ച്. ഇതിനോടകം തന്നെ ഹൈക്കോടതിയിൽ SIT ബോധ്യപ്പെടുത്തി ഈ സംഘത്തെ തന്നെ വിപുലീകരിക്കാൻ. കാരണം അത്തരത്തിൽ വലിയ സങ്കീർണതകൾ, ആശയക്കുഴപ്പങ്ങൾ ഈ കേസിനിടയിൽ ഒക്കെ തന്നെ ഉണ്ടാകുന്നു, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പുതിയൊരു വിഗ്രഹക്കടത്ത് ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ അന്താരാഷ്ട്ര ഒരു ബന്ധമുണ്ടെന്നുള്ള ഒരു തരത്തിലുള്ള ആരോപണങ്ങളും അതിനുള്ള സൂചനകൾ ലഭ്യമായ ഘട്ടത്തിൽ ഈ കേസ് അത്രത്തോളം സങ്കീർണമായിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഡി മണിയെ സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയാനുള്ളത് ഇയാളുടെ യഥാർത്ഥ പേരടക്കം കുറെ കാര്യങ്ങളാണ്. നിലവിൽ SITക്ക് ലഭിച്ച വിവരമനുസരിച്ച് ഡി മണിക്ക് 7 or 8 പേരുണ്ട്. ഡി എന്ന് പറഞ്ഞാൽ ഡി അത് പോപ്കോൺ മണി എന്ന പേരിൽ ഇയാൾ അറിയപ്പെടുന്നുണ്ട്. ഓട്ടോ മണി എന്ന പേരിൽ, ഡിണ്ടിഗൽ മണി, ഡയമണ്ട് മണി, ദാവൂദ് മണി എന്നൊക്കെ ഇയാളുടെ പേര് അറിയപ്പെടുന്നുണ്ട്. നിലവിൽ ഈ പ്രവാസി വ്യവസായി ഇയാളെ പരിചയപ്പെടുന്നത് പക്ഷേ ഇതിൽ ദാവൂദ് മണി എന്ന പേരിലാണ് ഇയാളെ പരിചയപ്പെടുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് വെച്ച് പരിചയപ്പെട്ട് പിന്നീട് ഡിണ്ടിഗലിലെ ഇയാളുടെ വീട്ടിലെത്തിയ സമയത്തും ഈ പ്രവാസി വ്യവസായിക്ക് കൂടി ഇത്തരത്തിലുള്ള പുരാവസ്തുക്കളിൽ ഇഷ്ടമുള്ള അല്ലെങ്കിൽ അത്തരം വസ്തുക്കൾ വാങ്ങി വെക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഇയാളുടെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ശബരിമല ഉൾപ്പെടെയുള്ള വലിയ ക്ഷേത്രങ്ങളിലെ അമൂല്യമായ ശേഖരം ഈ ഡി മണിയുടെ വീട്ടിലെ ഒരു ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടത്. ചാക്ക് തുറന്നു കാണിക്കാൻ ഇയാൾ സമ്മതിച്ചില്ല. ഇവർ തമ്മിലുള്ള ഈ കച്ചവടത്തിലെ വില പേശലിൽ പക്ഷേ ആ കച്ചവടം നല്ല നിലയ്ക്ക് എത്താത്തത് കൊണ്ട് തന്നെ പിന്നീട് അവിടെ നിന്നും ഈ പ്രവാസി വ്യവസായിക്ക് പോകേണ്ടി വന്നു. അന്ന് ഡി മണി പറഞ്ഞത് ഇത് ശബരിമലയിലടക്കമുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ അമൂല്യമായ വസ്തുക്കളാണ്, ഇത് തനിക്ക് തന്നത് ഒരു പോറ്റിയാണ്. നമുക്കപ്പോൾ അത് അനുമാനിക്കാം, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. അത് 2020 നടന്ന സംഭവമാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിൽ അതിന്റെ തെളിവടക്കമുള്ള കാര്യങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.